ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക പ്രഖ്യാപിച്ച തിരിച്ചടി തീരുവയുടെ കാര്യം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ ഞെട്ടലിലാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതിക്കും 26% തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സഖ്യരാജ്യങ്ങൾക്കുൾപ്പെടെയാണ് ട്രംപ് തിരിച്ചടി ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അമേരിക്കയുടെ ഈ തീരുവ യുദ്ധ പ്രഖ്യാപനം ലോക സാമ്പത്തിക വ്യവസ്ഥയിൽ പ്രകടമായ മാറ്റങ്ങൾ വരുത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആഗോളതലത്തിൽ വിലക്കയറ്റം രൂക്ഷമാക്കുമെന്നും വ്യാപാര യുദ്ധത്തിന് വഴിയൊരുക്കുമെന്നുമാണ് സാമ്പത്തിക വിദഗ്ധർ അടിവരയിടുന്നത്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ വിശകലനം ചെയ്യാൻ ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ഇപ്പോൾ ചേരുന്നത്. സ്റ്റുഡിയോയിൽ തന്നെ ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, നമസ്കാരം. നമ്മളെ ഈ സ്വർണ്ണവിലയൊക്കെ ഇങ്ങനെ കുതിച്ചു കയറിക്കൊണ്ടിരുന്നപ്പോൾ പലരും പറഞ്ഞു വലിയ ഗുരുതരമായ ഒരു സാമ്പത്തിക അവസ്ഥയിലേക്ക് ലോകം പോകാൻ പോവുകയാണ്. അതിൻ്റെ ലക്ഷണമാണിത്. അത് അമേരിക്ക ട്രംപിൻ്റെ ഒരു ഇടപെടൽ അതിലേറ്റവും നിർണായകമാകും. ട്രംപ് ആയിരിക്കും ഇനിയിപ്പോൾ ലോകത്തിൻ്റെ ഒരു സാമ്പത്തിക അവസ്ഥയെ നിർണ്ണയിക്കുന്ന തീരുമാനമെടുക്കുക എന്ന്. ഏതാണ്ട് ആ ദിവസം വന്നെത്തി ആ തീരുമാനമെടുത്തു. ലോകത്തെമ്പാടും സാമ്പത്തികമായ പല കുലുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? തീർച്ചയായും ഇത് കുലുക്കമല്ല, ഇത് ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇങ്ങനൊരു തീരുമാനം ലോകരാജ്യങ്ങളെ, നമുക്ക് വിശേഷം ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. ഇത് പാർലമെൻറ്റ് നടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത് വലിയ രൂപത്തിൽ ഈ വഖഫിൽ ഒതുങ്ങിപ്പോയതാണിത്. കാരണം ഒരു വർഷം ശരാശരി ഏതാണ്ട് 3400 കോടിയിലേറെ രൂപ, അത് ഡോളർ കണക്കിലും അല്ലാതെയും ഇന്ത്യക്ക് മിച്ചമായി കിട്ടുന്നതാണ്. നേരെ മറിച്ച് അമേരിക്കയ്ക്ക് ഏതാണ്ട് 2400 കോടി ഡോളർ നഷ്ടത്തിൽ പോകുന്നൊരു സംവിധാനമാണിത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കിട്ടുന്ന ഈ പൈസ നമ്മൾ ഇറക്കുമതിയിലൂടെ കിട്ടുന്ന വിദേശ നാണ്യം എന്നുള്ള പേരിലൊക്കെ നമ്മളിട്ട് വിളിക്കുന്നൊരു പേരുണ്ട്. ആ വിദേശ നാണ്യം ഇന്ത്യക്ക് ലഭിക്കുന്നത് അമേരിക്കയിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾക്ക്, പ്രത്യേകിച്ചും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തുന്ന നികുതിയിലൂടെയാണ്. അത് മാത്രമല്ല ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയെ ഇത് വല്ലാതെ സഹായിക്കുന്നുമുണ്ട്. അവിടെ നികുതി ഏർപ്പെടുത്തുമ്പോൾ അവിടെ നിന്നുള്ള വിദേശത്തു നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ല. ഈ രൂപത്തിൽ ഇന്ത്യക്ക് കിട്ടുന്ന വലിയ തുക വിദേശ നാണ്യം ഇനി നഷ്ടപ്പെടാൻ പോവുകയാണ്. അത് താരതമ്യേന നമ്മൾ ദരിദ്രമെന്ന് പറയണമെങ്കിൽ പോലും ഒരു മുന്നോട്ടുള്ള പാതയിൽ, അല്ലെങ്കിൽ ഒരു വികസിത രാജ്യമല്ല, ഒരു വികസ്വര രാജ്യമാണ്. ആ വികസ്വര രാജ്യത്തെ സംബന്ധിച്ച് ഇത്രയും തുക പെട്ടെന്നില്ലാതാവുന്നത് വലിയ നഷ്ടം മാത്രമല്ല, ഒരുപക്ഷെ ഇന്ത്യയുടെ മൊത്തം സാമ്പത്തിക സ്ഥിതിയെ പിടിച്ചുലയ്ക്കുകയും കുലുക്കുകയും ഒരുപക്ഷെ ഇന്ത്യ തന്നെ താഴോട്ട് പോകുന്നൊരവസ്ഥയിലേക്ക് പോകുന്നൊരു സാഹചര്യത്തിലാണ് ഇതുണ്ടായിട്ടുള്ളത്. ഈ ഇനി വരാൻ പോകുന്നത് ഒരുപക്ഷെ ഇനി സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഒരു ഉഭയകക്ഷി വ്യാപാര കരാർ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ, ഇപ്പോൾ ട്രംപും മോദിയും കൂടി ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നല്ലോ. അതിൽ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ വിദേശകാര്യ വിദഗ്ധരും ഇന്ത്യയുടെ ആഭ്യന്തര രംഗത്തുള്ള ആളുകളൊക്കെ ആ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ട്രംപ് എടുത്തടിച്ച് ഇങ്ങനൊരു തീരുമാനം എടുക്കുമെന്ന് ഇന്ത്യ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതിനകത്ത് ഈ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറച്ചാൽ അതിനനുസരിച്ച് ആനുപാതികമായി അമേരിക്കയും തിരിച്ച് അതാത് രാജ്യങ്ങളോട് ആ നയം സ്വീകരിക്കും എന്നുള്ള വാഗ്ദാനമൊക്കെയാണ് നേരത്തെ ട്രംപ് പറഞ്ഞത്. പല ആവർത്തി ഇന്ത്യയുടെ കാര്യത്തിൽ അത് പറഞ്ഞു. വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ വലിയ സാമ്പത്തിക വ്യവസ്ഥകളിൽ ആ നിലയ്ക്കുള്ള രാജ്യങ്ങൾ നോക്കിയാൽ ഏറ്റവും ഉയർന്ന തീരുവ ചുമത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ തീരുവയെക്കുറിച്ച് ഇപ്പോൾ ഹാർലി ഡേവിഡ്സന്റെ ഒക്കെ എക്സാമ്പിൾ എടുത്ത് തന്നെ, ഉദാഹരണം എടുത്ത് കഴിഞ്ഞ കാലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇരട്ടി പൈസ തീരുവ ചുമത്തിയാണ് ഇവിടെ ഹാർലി ഡേവിഡ്സൺ അടക്കമുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് എന്നൊക്കെ. അതിൻ്റെ കാര്യം മാത്രമല്ല, അങ്ങനെ ഫൈസർ അടക്കമുള്ള പല കമ്പനികളുടെ കാര്യവും അങ്ങനെ എണ്ണിപ്പറഞ്ഞ് തന്നെ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിയാൽ ഒരു കൃത്യമായ ആ ഒരു ഉഭയകക്ഷി ചർച്ചയിലേക്ക്, ആലോചനയിലേക്ക് ഒക്കെ പോവുകയും ഈ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ പരസ്പരം ആലോചിച്ചൊരു തീരുമാനമെടുക്കുന്നതിനുള്ള ഒരു ഗ്യാപ്പ്, ആ ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ടോ? സാധ്യതയുണ്ട്, തീർച്ചയായും. അതാണ് ഈ ഒക്ടോബർ സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്ന ഒരു ഉഭയകക്ഷി വ്യാപാര കരാർ. അത് നടക്കണം. അത് നടന്നാൽ മാത്രമാണ് ഇന്ത്യക്ക് ഇനി പ്രതീക്ഷയുള്ളത്. അല്ലാത്ത പക്ഷം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോകുന്നത് മത്സ്യം, മാംസം അടക്കമുള്ള, നമുക്കറിയാം നമ്മുടെ ചെമ്മീൻ, നമ്മുടെ നീണ്ടകരയിൽ നിന്നും ശക്തികുളങ്ങരയിൽ നിന്നും പൊന്നാനിയിൽ നിന്നൊക്കെ പോകുന്ന ചെമ്മീൻ അടക്കമുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ വലിയ ഡിമാൻഡുണ്ട്. അത് അമേരിക്കയുടെ എല്ലാ അർത്ഥത്തിലും അമേരിക്ക ഉപയോഗിക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്നൊരു സംവിധാനമാണെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 3% മാത്രമാണ് അവിടെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് 33% വരെ ഇന്ത്യ തീരുവ ഏർപ്പെടുത്തുമ്പോൾ നമ്മൾക്ക് 3% മാത്രമാണ് അമേരിക്ക ഇപ്പോൾ തീരുവ ഏർപ്പെടുത്തുന്നത്. ഇനി ഇത് തിരിച്ച് 26% പോവുകയാണെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് സ്വാഭാവികമായി ഇന്ത്യയിലെ കർഷകർ, ഇന്ത്യയിലെ മത്സ്യ കർഷകർ, അത് മാത്രമല്ല ഇലക്ട്രോണിക്, പേപ്പർ, ഗ്ലാസ്, ഇങ്ങനെ പല രൂപത്തിൽ, അതുപോലെ തന്നെ നമ്മൾ അമേരിക്ക ഇങ്ങോട്ട് നമ്മുടെ ഇപ്പോൾ പി രാജീവ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്, നമ്മളുടെ കേരളത്തിൽ നിന്ന് പ്രതിരോധ മേഖലയിൽ, ആണവ മേഖലയിൽ കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് പോകുന്നുണ്ട്. വലിയ അഭിമാനത്തോടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിലൊക്കെ പറഞ്ഞിരുന്നു. അത്തരം ഉൽപ്പന്നങ്ങൾക്ക് പോലും ഇനി വലിയ നികുതി വരാൻ പോവുകയാണ്. 26% എന്നുള്ളത് വലിയ രൂപത്തിൽ ഇന്ത്യയും നമ്മളെയും ഒക്കെ, കേരളത്തെയും ഒക്കെ ബാധിക്കുന്ന രൂപത്തിലേക്കാണ് പോകാൻ പോകുന്നത്. അത് മാത്രമല്ല, ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചൈനയുമായൊരു യുദ്ധത്തിനാണ് ട്രംപ് തയ്യാറെടുക്കുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ ആ രൂപത്തിൽ പിടിക്കാനാണെന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയിൽ ഇത് ഏർപ്പെടുത്തുമ്പോൾ
അദ്ദേഹം ഈ യൂറോപ്യൻ യൂണിയനെയും ചൈനയെയും ഒരു സൈഡിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യയെ ഒരു പക്ഷേ സുരക്ഷിതമാക്കുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഇന്ത്യയുടെ സഹായം കൂടി വേണം. കാരണം ഇന്ത്യയിൽ നിന്നുള്ള ആളുകളുടെ ഇന്ത്യയിൽ നിന്നുള്ള വ്യാപാരികളുടെയും ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപ്പാദനമൊക്കെ അവരെ കൂടി സഹായിക്കുന്നതായിരുന്നു. പക്ഷേ ആ രൂപത്തിലൊന്നുമല്ല വരാൻ പോകുന്നത്. ഇത് മൊത്തത്തിൽ ലോകത്തിൽ എല്ലാവരെയും ബാധിക്കുന്ന പോലെ ഇന്ത്യയും ബാധിക്കുമെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. ഇത് ശരിക്കും ഇതിന് റിസൾട്ട് വരണമെങ്കിൽ ഈ ഇന്ത്യയുമായുള്ള ആഭ്യന്തര ഉഭയകക്ഷി വ്യാപാര ചർച്ച സെപ്റ്റംബറിലോ ഒക്ടോബറിലോ നടന്നാൽ മാത്രമാണ് ഇന്ത്യക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാവുക. അല്ലാത്ത പക്ഷം ഈ വലിയ കരാറിൻ്റെ അല്ലെങ്കിൽ വലിയ തീരുവയുടെ അത് പ്രതികാര ചുങ്കം എന്നൊക്കെയാണ് ഇപ്പോൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. ആ ചുങ്കത്തിൻ്റെ വലിയ ആഘാതം ഇന്ത്യ ഏറ്റെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇന്ത്യ നേരിടേണ്ടി വരും. ഞങ്ങൾക്കെതിരെ വലിയ ചുങ്കം ഏർപ്പെടുത്തുന്നവർക്കെതിരെ എല്ലാം വലിയ ചുങ്കം തിരിച്ചും ഏർപ്പെടുത്തുമെന്നാണ്. ഇപ്പോൾ ഈ സഖ്യകക്ഷികൾക്കെതിരെയും കനത്ത ചുങ്കം ഏർപ്പെടുത്തുന്നുണ്ട്. 10% എന്നുള്ളത് അടിസ്ഥാന തീരുവയായി അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. മേക്ക് അമേരിക്ക വെൽത്ത് എഗെയിൻ എന്നുള്ള മുദ്രാവാക്യത്തിലേക്ക് പോകുന്നു. അപ്പോൾ പ്രധാനമായും ഈ ട്രംപിൻ്റെ ഈ നയങ്ങൾ ഒരു യുദ്ധത്തെക്കാളേറെ ലോകത്തെ ബാധിക്കും എന്ന് മുമ്പേ ധാരാളം സാമ്പത്തിക വിദഗ്ധരൊക്കെ പറഞ്ഞിരുന്നു. ഒരു യുദ്ധം എങ്ങനെ ബാധിക്കുമോ അതിനേക്കാളൊക്കെ ഗുരുതരമായി ബാധിക്കുമെന്ന്. ആ സമയത്ത് സാധാരണ ആളുകൾ അതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിച്ചില്ല. കാരണം ഒരു യുദ്ധം എന്നതാണല്ലോ കൂടുതൽ നമ്മളെ ഞെട്ടിക്കുന്ന സംഗതി. പക്ഷേ ഇത് അതിനേക്കാൾ ഗൗരവമായി താഴെത്തട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇനി ലോകരാജ്യങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന നിലപാടെന്തായിരിക്കും അമേരിക്കയോട്? ലോകരാജ്യങ്ങൾ തീർച്ചയായും ചൈനയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ചൈനയോടാണ് ട്രംപിന് ഏറ്റവും തീരാത്ത അല്ലെങ്കിൽ നമുക്ക് ചൈനയിൽ നിന്നാണ് ഏറ്റവും അധികം ഉൽപ്പന്നങ്ങൾ അമേരിക്ക വരികയും ചെയ്യുന്നത്. പക്ഷേ ചൈനയോടാണ് ഈ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചൈനയെ ഒരു സൈഡിൽ നിർത്തിക്കൊണ്ട് റഷ്യയെ ഒരു സൈഡിൽ നിർത്തിക്കൊണ്ട് മറ്റ് രാജ്യങ്ങൾ, അതിൽ യൂറോപ്യൻ യൂണിയനെ ഇക്കാലം വരെ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ അമേരിക്ക ഒരു സംരക്ഷിത കവചമായിട്ടൊക്കെ വിചാരിച്ചിരുന്നു. ഇപ്പം എല്ലാവരെയും യൂറോപ്പും അമേരിക്കയും അല്ലെങ്കിൽ തന്നെ അകന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള സൂചന പല വിഷയങ്ങളിൽ ഇപ്പോൾ ഈ യുക്രൈൻ വിഷയത്തിൽ അടക്കം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അതെ, പ്രത്യേകിച്ചും ബൈഡൻ മാറി ട്രംപ് വന്ന ശേഷം. പക്ഷേ ഈ ട്രംപിൻ്റെ ഒരു പോക്ക് ഇനി അമേരിക്ക മാത്രം മതി, അല്ലെങ്കിൽ അമേരിക്കയാണ് ഇതിലെല്ലാം നടത്താൻ പോകുന്നത്. നേരത്തെ ഹർഷൻ തന്നെ പറഞ്ഞ പോലെ ഈ ഗ്രേറ്റ് അമേരിക്ക എഗെയിൻ അല്ലെങ്കിൽ വെൽത്ത് അമേരിക്ക എഗെയിൻ എന്ന രൂപത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എല്ലാവരെയും പ്രതിക്കൂട്ടിൽ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ പോർമുഖത്ത് നിർത്തിക്കൊണ്ട് ഒരു വ്യാപാര യുദ്ധത്തിനാണ് തയ്യാറെടുക്കുന്നത്. അത് ഏത് രൂപത്തിലേക്ക് പോകുമെന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട് ട്രംപിൻ്റെ ചില മണ്ടൻ തീരുമാനങ്ങൾ എന്നൊക്കെ കഴിഞ്ഞ ഒന്നാം ട്രംപിൻ്റെ കാലത്ത് പറയാറുണ്ട്. ഇത് മണ്ടൻ തീരുമാനമാണോ അല്ലെങ്കിൽ ഇത് കരുതിക്കൂട്ടി ചെയ്യുന്നതാണോ എന്നുള്ളതിൽ മാത്രമാണ് ഇനി വ്യക്തത വരേണ്ടത്. എന്തായാലും ഇന്ത്യക്ക് ഒരു പ്രതീക്ഷയുള്ളത് മോദി അടുത്ത സുഹൃത്താണ് ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആവർത്തിക്കുമ്പോൾ തന്നെ ഈ നിലപാട് എടുക്കുന്നുണ്ട്. എന്തായാലും ഇനി വരാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ നടക്കുന്ന ഒരു വ്യാപാര ഉഭയകക്ഷി കരാർ ചർച്ച, അതിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷയുള്ളത്. മറ്റ് രാജ്യങ്ങളുമായിട്ടൊന്നും ചൈനയുമായിട്ടൊന്നും വിശേഷിച്ച് ഒരു ചർച്ചയ്ക്കും ട്രംപ് തയ്യാറല്ല, അവരും തയ്യാറല്ല. പോകുന്നെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ എന്നുള്ളതാണ് ചൈനയുടെ. നമുക്കത് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ഏത് എക്സ്ട്രീം തീരുമാനത്തിനും ഒപ്പം നിൽക്കുന്ന തരത്തിൽ അത്തരം എക്സ്ട്രീം ആയ തീരുമാനങ്ങൾ നിരന്തരം എടുത്ത് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇലോൺ മസ്കാണ് ഇപ്പോൾ ട്രംപിൻ്റെ കൂടെയുള്ളത്. രണ്ടുപേരും കണക്കാണ്. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ശ്രീജിത്താണ് ഇപ്പോൾ വിശദമായി ആ കാര്യങ്ങൾ ഒന്ന് ചർച്ച ചെയ്യാൻ ഹലോ മലയാളത്തിൽ കൂടെ ഉണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.